കുട്ടീസ്, അപ്പോൾ ഇന്ന് ഞാനും കല്ലൂസും അച്ഛനും കൂടെ ഒരു കുഞ്ഞ് യാത്ര പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്ററിനകത്തായിട്ട് കുറച്ച് ദൂരത്തുള്ള ഒരു അമ്പലത്തിൽ പോയി തൊഴാൻ പോവേണേ. അപ്പോൾ ഈ അമ്പലത്തിൽ പോകുന്നത് അച്ഛന് കുറച്ച് നൊസ്റ്റുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം അച്ഛൻ സർവീസിൽ കയറിയിട്ട് രണ്ടാമത് അച്ഛൻ ജോലി ചെയ്ത അമ്പലം ഇതാണ് കേട്ടോ, അരുവിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. അങ്ങനെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അച്ഛൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വന്ന വഴിയിൽ തന്നെ അച്ഛൻ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചു. പണ്ട് അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിച്ചു. 30 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് അവിടെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് അവിടെ ആളാനൊക്കെ ഒന്നുമില്ല. രാത്രിയാകുമ്പോഴത്തേക്കും നൈറ്റൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര പേടിയായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വാതിലും കുറ്റിയിട്ട് അതിൻ്റെ അകത്ത് കയറി അങ്ങ് ഇരിക്കും. പിന്നെ ആരും ഒന്ന് വിളിച്ചാലും അനങ്ങൂലെന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ അമ്പലത്തിൽ കയറി തൊഴുത് അർച്ചനയൊക്കെ കഴിപ്പിച്ച് നല്ലൊരു ദേവിയുടെ വിഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തൊഴുതു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് അരി വാങ്ങിച്ചിട്ടുണ്ട്. അരി വാങ്ങിച്ച് അവിടെ മീനൊക്കെ അരി എറിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് അരിമ്പാറ പോലെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പോകുമെന്നാണ് അവിടുത്തെ ഒരു ഐതിഹ്യം. അപ്പോൾ അതുകൊണ്ട് ഞാനും കുറച്ച് അരിയൊക്കെ വാങ്ങിച്ച് എറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീനിനൊന്നും കണ്ടില്ല, സന്ധ്യ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു